റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹ. അല്ലാഹുവേ, എൻ്റെ ഉമ്മത്തിന് അവരുടെ പ്രഭാതത്തിൽ നീ ബറക്കത്ത് നൽകണമേ. മറ്റൊരു സമയത്ത് റസൂൽ പറഞ്ഞില്ല അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മതി ഫീ ബുകൂരിഹ. പ്രഭാത സമയം, സുബൈ കഴിഞ്ഞുള്ള സമയം, അതാണ് ബറക്കത്തുള്ള സമയം. വകാന ഇദാ ബഅസ സരിയത്തൻ ഔ ജൈഷൻ ബഅസഹും ഫീ അവ്വലിൻ നഹാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സൈന്യത്തെ അയക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ ഒരു യാത്രാ സംഘത്തെ എല്ലാം അയക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കച്ചവട സംഘത്തെ അയക്കുകയാണെങ്കിലൊക്കെ പകലിൻ്റെ തുടക്കത്തിൽ തന്നെ അയച്ചിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ബിസിനസ് കാര്യങ്ങൾ, അതേപോലെയുള്ള വിഷയങ്ങളൊക്കെ രാവിലെ തന്നെ, അതല്ലാതെ ഉച്ചവരെ കാത്തു നിന്നില്ല. വകാന സഖ്റുൻ അഥവാ സഖ്റുബ്നു വദാഅ എന്ന് പറയുന്ന സ്വഹാബി, അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിക്കുന്ന വ്യക്തികളിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു? വകാന സഖ്റുൻ റജുലൻ താജിറൻ വകാന യബ്അസു തിജാറതഹു മിൻ അവ്വലിൻ നഹാർ ഫഅസ്റാ വകസുറ മാലുഹു. അദ്ദേഹം തൻ്റെ കച്ചവട സംഘത്തെ അയച്ചിരുന്നത് രാവിലെയായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ നല്ല ലാഭമുണ്ടാവുകയും കച്ചവടത്തിൽ വർധനവുണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ വർധനവുണ്ടാവുകയും ചെയ്തു എന്നാണ്. അപ്പോൾ പ്രഭാത സമയത്തിനൊരു ബറക്കത്തുണ്ട്. ആ സമയത്ത് ഇറങ്ങുന്ന ഒരു ബറക്കത്ത് തന്നെയാണത്. അത് അള്ളാഹുവിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ആ സമയവും നമ്മുടെ പ്രവർത്തനങ്ങളും യോജിച്ചു വന്നാൽ ഇൻഷാ അള്ളാഹ് ലാഭമുണ്ടാകും. അത് കച്ചവടത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, പ്രഭാത സമയം എന്തിനും നല്ലതാണ്. പഠിക്കാൻ, ഹിഫ്ളാക്കാൻ. പ്രഭാതത്തിൽ ഹിഫ്ളാക്കിയാൽ വേഗം ഹിഫ്ളാവും. പ്രഭാതത്തിൽ പഠിച്ചാൽ വേഗം പഠിക്കാൻ സാധിക്കും. രാവിലെ നിങ്ങൾ എന്തെങ്കിലും ഒരു പണി തുടങ്ങി നോക്കൂ, ഉച്ചയാകുമ്പോഴേക്ക് അത് തീർക്കാൻ പറ്റും. എന്നാൽ ഒരു 10 മണിക്കൊക്കെ തുടങ്ങിയാൽ അന്നും പിറ്റേന്നൊന്നും തീരൂല. അതൊരു ബറക്കത്തിൻ്റെ വിഷയമാണ്. രാവിലെ തുടങ്ങിയാൽ വേഗം ആ പണികൾ തീരും. എല്ലാ നിലക്കും അതിൽ ബറക്കത്തുണ്ടാകും.